സംസ്ഥാനമാകെ UDF കൊടുങ്കാറ്റ് ആഞ്ഞുവീശിയപ്പോൾ LDFന്റെ കോട്ടകുത്തളങ്ങളെല്ലാം തകർന്നടിഞ്ഞു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇടത്തോട്ട് മാത്രം ചാഞ്ഞിരുന്ന ഇടങ്ങളിൽ പോലും UDF കുതിച്ചു. 3 പതിറ്റാണ്ടിനിപ്പുറം UDF കുറിച്ചത് തിളക്കമാർന്ന വിജയ ചരിത്രം. 2020 6 5 കോർപ്പറേഷനും പിടിച്ച് തുടർഭരണ സൂചനയുടെ വിജയഭേരി മുഴക്കിയ LDF 5 വർഷങ്ങൾക്കിപ്പുറം ആടിയുലഞ്ഞു. കണ്ണൂർ നിലനിർത്തിയും തൃശൂരും എറണാകുളവും തിരിച്ചുപിടിച്ചും കൊല്ലത്ത് അട്ടിമറി ജയം നേടിയും UDFന്റെ ഒന്നൊന്നര തിരിച്ചുവരവ്. 86 മുനിസിപ്പാലിറ്റികളിൽ 50 കടന്നുള്ള UDFന്റെ അപരാജിത കുതിപ്പ്. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഭൂരിഭാഗവും കൈപ്പിടിയിലൊതുക്കി. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 500-നടുത്തെത്തിയ തേരോട്ടം. തലസ്ഥാന കോർപ്പറേഷനിൽ ചരിത്രത്തിലാദ്യമായി താമര വിരിഞ്ഞു. ഇടതിനത് ഇരട്ട പ്രഹരവുമായി. കോടതി കയറിയ മുട്ടടയിലും LDFന് മുട്ടിടിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ ആശ്വാസത്തുരുത്തായെങ്കിലും മേയർ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്ന മുസാഫിർ അഹമ്മദ് തോറ്റത് വിജയത്തിളക്കം മങ്ങിച്ചു. വന്ന ഫലം വെച്ച് നോക്കുമ്പോൾ പൊതുവെയുള്ള പ്രവണത LDF അനുകൂലമല്ല. ഞങ്ങളുടെ പ്രതീക്ഷ LDF അനുകൂലമായി വിജയത്തുണ്ടാകുമെന്നായിരുന്നു. സംഘടനാപരമായ കാര്യങ്ങളെ സംബന്ധിച്ചും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം വിശദമായി പരിശോധിക്കും. വരാനിരിക്കുന്ന മഹായുദ്ധത്തിന്റെ മുന്നൊരുക്കത്തിൽ 3ാം തുടർഭരണമെന്ന അമിത ആത്മവിശ്വാസ കൊടുമുടിയിലായിരുന്ന ഇടതിന് UDFന്റെ അപ്രതീക്ഷിത ചെക്ക്. ഈ വലിയ വിജയം UDFന് സമ്മാനിച്ച കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും ഞങ്ങൾക്ക് വലിയ കടപ്പാടുണ്ട്. ഞാൻ അവരോട് ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ ജനവിധി എന്നുള്ളത് പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അതായത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക്. അവിടെ ഒരു അധികാര കൈമാറ്റം അനിവാര്യമാണ് എന്നതാണ് ഈ വിധി സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. നമ്മുടെ അനാലിസിസിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ അനൂപിന്റെ ഒരു സന്ദേശമുണ്ട്. വാക്കുകൾ ഉദ്ധരിക്കുന്ന വേളയിൽ ചിലത് പിഴയ്ക്കും, ചിലത് സ്ഫുടമാകും. പ്രവൃത്തികൾ മുന്നോട്ട് പോകുമ്പോൾ ചിലത് താളം തെറ്റും, ചിലത് മികവ് പുലർത്തും. വിധിയുടെ പ്രകടനം ഒന്നുകിൽ വിജയമാകും, അല്ലെങ്കിൽ പരാജയം. വിജയമായാലും പരാജയമായാലും അതിനെ നമ്മൾ ഒരേ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കുക എന്നതാണ്. ഒരു വിജയത്തിലും അധികം നമ്മൾ ആഹ്ലാദിക്കാതെ, ഒരു പരാജയത്തിലും അധികം ദുഃഖിക്കാതെ മുന്നോട്ട് പോവുക, നമ്മുടെ നേരിനൊപ്പം നീങ്ങുക. 3ാം തുടർഭരണത്തിലേക്കുള്ള സെമി ഫൈനൽ എന്ന് വിലയിരുത്തിയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടത് കോട്ടകൾ തകർന്നടിഞ്ഞു. മിന്നും വിജയം കരസ്ഥമാക്കി LDFന് UDFന്റെ ചെക്ക്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി BJP ഒരു കോർപ്പറേഷൻ ഭരണം പിടിച്ച് ഇടത് വലതു മുന്നണികളെ ഞെട്ടിച്ചു. തലസ്ഥാനത്ത് NDAക്ക് ചരിത്ര വിജയം. 5 കോർപ്പറേഷനുകളുടെ ഭരണം കൈയാളിയിരുന്ന ഇടതുമുന്നണി കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രം മുന്നിലെത്തി. ഇടതു ക്യാമ്പിനെ ഞെട്ടിച്ച് പഞ്ചായത്ത്, ബ്ലോക്ക്, മുനിസിപ്പാലിറ്റികളിലും UDF ശക്തമായ തേരോട്ടമാണ് നടത്തിയത്. വെറും 3 ജില്ലാ പഞ്ചായത്തുകൾ മാത്രം കൈവശമുണ്ടായിരുന്ന UDF ഇന്ന് വിജയിച്ചത് 7 ജില്ലാ പഞ്ചായത്തുകളിലാണ്. വിശകലനവുമായി നമുക്കൊപ്പം TV പ്രസാദും സായ്കുമാറും ഹരിമോഹനും VS രഞ്ജിത്തും സജോ ദേവസിയും ചേരുകയാണ് തത്സമയം. ഗുഡ് ഈവനിംഗ് ഗൈസ്. ആദ്യം TV പ്രസാദിലേക്ക്. TV പ്രസാദ്, വെരി ഗുഡ് ഈവനിംഗ്. തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി നിൽക്കുകയാണ്. എന്നാൽ കേരളത്തിൽ മുഴുവനുള്ള വിജയത്തിലേക്ക്, UDFന്റെ സമാനതകളില്ലാത്ത ഒരു വിജയത്തിന്റെ കാഴ്ചയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. 2010 പോലും ഇത്രയധികം തിളക്കമുള്ള ഒരു വിജയമായിരുന്നില്ലല്ലോ UDFനെ തേടിയെത്തത്. ഇതവർ അർഹിച്ച വിജയമല്ലേ? ഉറപ്പായും സുജയ പറഞ്ഞതുപോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 3 മാസം മാത്രമാണ് മുന്നിലുള്ളത്. 3 മാസം മാത്രം മുന്നിൽ നിൽക്കെയുള്ള ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം UDFനുണ്ടാക്കിയ നേട്ടം, അത് ആ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആത്മവിശ്വാസം, അതിലേക്ക് കടക്കാനുള്ള ഒരു ധൈര്യം, അത് ചില്ലറയായിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും നഗരസഭകളും ജില്ലാ പഞ്ചായത്തുകളും എല്ലാം കാൽ കീഴിൽ ഒഴുക്കിക്കൊണ്ടാണ് UDF മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. നമ്മൾ മുമ്പെയൊക്കെ പറയാറുണ്ട്, LDF നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്നുള്ളത് അത് LDFന് അവകാശപ്പെട്ടതാണെന്ന്. പക്ഷേ LDFന്റെ കോട്ടക്കൊത്തളങ്ങൾ ഒന്നൊന്നായി തകർന്നു വീഴുന്നതാണ് നമ്മൾ കണ്ടത്. പല ശക്തമായ ഇടങ്ങളിലും UDF ചേക്കേറി. ചിലയിടങ്ങളിൽ NDAയുടെ വേരോട്ടമുണ്ടായി. LDFന്
പറയത്തക്ക വലിയ നേട്ടങ്ങളൊന്നും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പറയാനില്ല. അല്പസമയം മുമ്പ് എം വി ഗോവിന്ദൻ മാസ്റ്റർ വിശദീകരിച്ചതുപോലെ ഓരോന്നും ഇനി പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ് വീഴ്ചകളെന്ന് പരിശോധിക്കാനുമുണ്ട്. അങ്ങനെ പരിശോധിച്ച് പാർട്ടി മുന്നോട്ട് പോകുമ്പോഴേക്കും ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കാഹളമൊരുങ്ങുകയാണ് സുജിയ. ഇത് UDF-നുള്ള വലിയ അംഗീകാരമാണ് എന്നാണ് നേതാക്കളെല്ലാം പറയുന്നത്. ഒപ്പം LDF-ന് വീണ്ടും ചിന്തിക്കാനുള്ള ഒരു സംവിധാനമായി ഇത് മാറുന്നു എന്നതാണ് അല്പസമയം മുമ്പ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ CPI വീണ്ടും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഓർമ്മിപ്പിക്കുന്നതും വലുതല്ല. എന്തായാലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് LDF-ന് ഈ തെരഞ്ഞെടുപ്പ് സമ്മാനിച്ചത്. സുജയ.